പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 26 വെള്ളിയാഴ്ച. 1 ശമൂവേൽ 24 അധ്യായം 6 വാക്യം. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. ഹൃദയത്തിൽ മുറിവുകളുടെ ചരിത്രം നിറഞ്ഞിരിക്കുന്ന നിമിഷം, പ്രതികാരം ചെയ്യാൻ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്ന നിമിഷം. അങ്ങനെ ഒരു നിമിഷത്തിലാണ് ദാവീദ് ഒരു ഗുഹയിൽ നിൽക്കുന്നത്. പുറത്ത് മരുഭൂമിയുടെ നിശബ്ദത, ഗുഹയ്ക്കുള്ളിൽ ദൈവത്തിൻ്റെ പരീക്ഷണം. അവൻ്റെ മുമ്പിൽ ശൗൽ രാജാവുണ്ട്, വർഷങ്ങളായി തന്നെ വേട്ടയാടിയത്. അവൻ്റെ രാത്രികളെ ഭയത്തിൻ്റെ ഇരുളാൽ മൂടിയവനായ ശൗൽ. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്നലെ വേട്ടക്കാരനായിരുന്നവൻ ഇന്നിരയാണ്. ഇന്നലെ ഓടിയവന് ഇന്ന് ജയിക്കാൻ അവസരമുണ്ട്. ദാവീദിന്റെ ചുറ്റുമുണ്ടായിരുന്നവർ ആവേശത്തോടെ പറഞ്ഞു, ദൈവം നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. എന്നാൽ മനുഷ്യരുടെ ശബ്ദങ്ങൾക്കിടയിൽ ദാവീദ് മറ്റൊരു ശബ്ദം കേട്ടു, ദൈവഭയത്തിൻ്റെ മൃദുസ്വരം. അവൻ ശൗലിൻ്റെ ജീവൻ എടുത്തില്ല. കാരണം അവൻ്റെ കണ്ണുകൾ ശൗലിൻ്റെ തെറ്റുകളേക്കാൾ അപ്പുറത്തേക്ക് നോക്കി. അവൻ ശൗലിൽ ഒരു ശത്രുവിനെ അല്ല കണ്ടത്, ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്തതായ ഒരാളെ അവൻ കാണുക. എത്ര മനോഹരമാണ് ഈ ദൃശ്യം! ഒരു കയ്യിൽ പ്രതികാരത്തിനുള്ള അവസരം, മറ്റൊരു കയ്യിൽ ദൈവഭയം. ദാവീദ് ദൈവഭയത്തെ തെരഞ്ഞെടുത്തു. അവൻ ശൗലിൻ്റെ അങ്കിയുടെ അറ്റം മുറിച്ചപ്പോൾ പോലും അവൻ്റെ ഹൃദയം വിറച്ചു കാണും. കാരണം വിശുദ്ധമായ കാര്യങ്ങളോടുള്ള ആദരവ് അവൻ്റെ ഉള്ളിൽ ജീവനോടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ ഗുഹകൾ ഉണ്ടാകാറുണ്ട്. നമ്മെ വേദനിപ്പിച്ചവരോട് തിരിച്ചടിക്കാനുള്ള അവസരങ്ങൾ, നമ്മെ അപമാനിച്ചവരെ അപമാനിക്കാനുള്ള അവസരങ്ങൾ, നമ്മുടെ മുറിവുകൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരങ്ങൾ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏത് സ്വരമാണ് മുഴങ്ങുന്നത്? മനുഷ്യൻ്റെ സ്വരമോ അതോ ദൈവത്തിൻ്റെ സ്വരം? പ്രതികാരം ഒരു നിമിഷത്തെ സംതൃപ്തി നൽകും, എന്നാൽ ക്ഷമ ഒരു ജീവിതകാലത്തെ സമാധാനം നൽകും. ദാവീദ് മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്, ദൈവം കൈകാര്യം ചെയ്യേണ്ട യുദ്ധങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ സമയം വൈകാം, പക്ഷെ തെറ്റില്ല. ദൈവത്തിൻ്റെ നീതി മന്ദഗതിയിൽ വന്നേക്കാം, എന്നാൽ അതൊരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ടാണ് ദാവീദ് ശൗലിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കാതെ ഇരുന്നത്, തൻ്റെ ഭാവിയെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എത്ര മനോഹരമായ വിശ്വാസം! സ്വന്തം കയ്യിലെ വാളിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിലുള്ളതായ നീതിയിൽ അവൻ ആശ്രയിച്ചു. നമ്മെ വേദനിപ്പിച്ചവരെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മെ തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഹിതത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം പ്രതികാരത്തേക്കാൾ കരുണയാണ് തിരഞ്ഞെടുക്കുന്നത്. ക്രോധത്തേക്കാൾ ക്ഷമയെ തിരഞ്ഞെടുക്കും. അധികാരത്തേക്കാൾ അനുസരണത്തെ തിരഞ്ഞെടുക്കും. ദാവീദിന്റെ ഗുഹയിൽ തെളിഞ്ഞ ആ ദൈവഭയത്തിൻ്റെ ദീപം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിലും ജ്വലിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ദാവീദിനെ പോലെ പ്രതികാരത്തേക്കാൾ ക്ഷമയെ തിരഞ്ഞെടുക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വേദനിപ്പിച്ചവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാനും നിന്റെ സമയത്തിലും നീതിയിലും വിശ്വസിക്കുവാനും കൃപ തരണമേ. ദൈവഭയത്തോടും വിനയത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ നടത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.